ഹായ് ഹലോ ഗ്രീൻ ടി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളൊരു ആർട്ട് വർക്ക് ചെയ്യണം. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടൊരു ആർട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് നമ്മൾ ഇത്തിരി വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് ചെയ്യണം കേട്ടോ. പിന്നെ അതിന് വേണ്ട സാധനം എന്ന് വെച്ചാൽ ഒരു കാർബോണിൻ്റെ പെട്ടി വേണം. അത്യാവശ്യം വീതിയും നീളം ഉള്ളത് വേണം കേട്ടോ. എന്ന് വെച്ചാൽ അത് വരയ്ക്കണം. ആദ്യം സ്കെച്ച് ഇടണം. എന്നിട്ട് ഇത് ഔട്ടർ വെട്ടിയെടുത്തിട്ട് വേണം ഈ ഇത് ഒട്ടിക്കണമെങ്കിൽ. അത് ഞാൻ പറഞ്ഞുതരാം വേണ്ട സാധനങ്ങൾ. പിന്നെ ബോർഡിൽ വയ്ക്കാനായിട്ട് റൂളും പിന്നെ സ്കെച്ച് ബ്ലാക്കാണ് വേണ്ടത്. അതിൽ ബ്രൗൺ ഉള്ളൂ. നിങ്ങൾ കാണുമ്പോൾ ഇത് ചിലപ്പോൾ ബ്ലാക്ക് ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് കാരണം ബ്ലാക്ക് വേറെ എവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയെടുക്കുന്ന സമയം എടുക്കും. അപ്പോൾ ഇപ്പോൾ ഒരു സ്കെച്ച് പേന വേണം. പിന്നെ റൂളും റബ്ബറും വേണം. റബ്ബർ ഇതുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്കെച്ച് ഇടേണ്ടത്. അതിന് ശേഷം കാർഡ്ബോർഡിൽ നമ്മളത് വെട്ടിയെടുത്തിട്ട് ഈ A4 ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. റെയിൻബോ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. ഇതിൽ വൈറ്റ് മാത്രം ഉണ്ടാവില്ല, ബാക്കി എല്ലാ കളറും ഉണ്ടാവും. നമുക്ക് വേണ്ടത് ഓറഞ്ചും പിന്നെ ഗ്രീന് വേണ്ടത്. വൈറ്റ് നമ്മൾ എടുക്കുന്നത് ഒരു റഫ് ബുക്ക് ഉണ്ട്, വൈറ്റ് റഫ് ബുക്ക് ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ വൈറ്റ് പേപ്പർ എടുക്കണം കേട്ടോ. അപ്പം അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വൈറ്റ് ഉള്ളടത്ത് ഒട്ടിക്കുന്നത്. പിന്നെ ബാക്കി നമ്മൾ ഈ രണ്ട് പേപ്പറും വെച്ചിട്ട് ഒട്ടിക്കും. അപ്പോൾ അങ്ങനെ ഈ പേപ്പർ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നല്ലത് കേട്ടോ. നമുക്ക് ഫുള്ളായിട്ട് അധികം വലിയ റേറ്റ് ആവില്ല, പൈസ കുറവിന് തന്നെ കിട്ടും ഇത്. അപ്പോൾ ഇത് വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു കത്രിക, ഇത് വെട്ടാനായിട്ട് കാർഡ്ബോർഡ് വെട്ടാനും പേപ്പർ വെട്ടാനും വേണ്ടിയിട്ട് ഒരു കത്രിക. പിന്നെ ഗമ്മ് വേണം ഒട്ടിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റാപ്ലെയറും വേണം കേട്ടോ. ഇത് ആവശ്യം വരും. അപ്പോൾ അത് കാരണം എടുത്താണ്. പിന്നെ അതുപോലെ തന്നെ രണ്ട് പേനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണത്തിന് മൂർച്ചയില്ല, അപ്പോൾ അത് കാരണം ഇതിന് മൂർച്ചയുണ്ട്. പിന്നെ കട്ട് ചെയ്യാനായിട്ട് ഇതും ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഫാബ്രിക് പെയിൻ്റാണ്. ഇത് നമ്മുടെ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നത്. അപ്പോൾ ബാക്കിയുണ്ട്. അപ്പോൾ ഒരു ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, കണ്ണിന് ബ്ലാക്ക്. പിന്നെ അതുപോലെ ചുണ്ടിന് റെഡ്. പിന്നെ അതിൻ്റെ ശരീരം നമ്മൾ ഈ വൈറ്റിന് അടിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പെയിൻ്റ് അടിക്കുന്നത്. പിന്നെ രണ്ട് ബ്രഷ് എടുത്തിട്ടുണ്ട്, രണ്ട് കളർ അടിക്കാനായിട്ട് രണ്ട് ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് അടിക്കാം. വൈറ്റ് കുറച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഈ വലിയ ബ്രഷാണ് എടുക്കുന്നത്. പിന്നെ ഈ ചെറിയ ബ്രഷ് എടുക്കുന്നുണ്ട്. ചെറിയ ബ്രഷ് എന്ന് വെച്ചാൽ അതിൻ്റെ ചുണ്ട് മാത്രം ഇതാക്കാനാണ്. പിന്നെ കണ്ണ് ടച്ച് ചെയ്യുന്നത് ഇത് കേട്ടോ. ഈ ബാക്ക് കണ്ണ് വെറുതെ ഒരു കുത്തുള്ളൂ. അതെന്താ വെച്ചാൽ ഈ ബ്ലാക്ക് എടുത്തിട്ട് ബ്ലാക്കിൽ ഒരു മുക്കുക. അതിൻ്റെ കണ്ണ് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു കുത്തുക. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് വശം ഉപയോഗിക്കുന്നത്. കണ്ണ് വേറെ വരയ്ക്കുകയല്ല ചെയ്യുന്നത്, ഒരു കുത്തിടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പണി നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോട്ടെ. കാർഡ്ബോർഡുമേ റൂൾ പെൻസിലേക്ക് ഒരു പ്രാവിനെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഇതുമേ സ്കെച്ചക്ക് വരയ്ക്കണം. സ്കെച്ച് എടുത്തത് വരച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ കേട്ടോ.
നമ്മൾ കട്ടിങ് പരിപാടിക്ക് കിടക്കാട്ടാ. ഈ ബ്ലാക്കിന്റെ തൊട്ട് സൈഡിൽ കൂടെ നമ്മൾ കട്ട് ചെയ്യണട്ടാ. ഈ ബ്ലാക്ക് വരാകുമ്പോൾ നമ്മൾ മുട്ടാൻ പാടില്ല, എന്നിട്ട് വേണം കട്ട് ചെയ്യണമെങ്കിൽ. കട്ടിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നമ്മുടെ ഫ്ലാഗിൻ്റെ കളറിങ് പേപ്പർ വെട്ടി ഒട്ടിക്കുന്നുണ്ട്. ഇനി ഇനി ആദ്യം വേണ്ടത് ഓറഞ്ച് പേപ്പറാണ്. ഇതേപോലെ എല്ലാ പേപ്പറും വൈറ്റും ഗ്രീനും ഒക്കെ കൂടിയിട്ട് കട്ട് ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത് ചെറിയ കഷ്ണമായിട്ടും കട്ട് ചെയ്തിട്ട് മടക്കണം. അളവില്ല, അപ്പം ഇത് ഇങ്ങനെ മടക്കിയിട്ട് ചെയ്യണ്ട, ഇതേപോലെ ആവും. എന്നിട്ട് ഈ തൂവലിൻ്റെ പോലെ ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് പോകണം. ഇങ്ങനെ എല്ലാ പേപ്പറും കൂടിയിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഞാൻ അപ്പയ്ക്ക് ഉണ്ടാകണല്ലോ, അത് കാരണം കുറച്ച് ദിവസം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ മെനക്കെടാവും. നല്ല തല തരിക്കണ പരിപാടിയാട്ടോ ഈ സാധനം. പിന്നെ അതുപോലെ തന്നെ ഞാനിത് പണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാവടിയൊക്കെ ഞാൻ ചെറുപ്പത്തിലെ കാവടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാനിത് കളർ പേപ്പർ ഉപയോഗിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്നാണ് ഞാൻ ഇത് ചെയ്തിരുന്നത്. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഈ കാണുന്ന രീതിയിൽ നമുക്ക് കളറിങ് പേപ്പർ ഒട്ടിച്ച് വെക്കണം. അതിന് ഈ ഗമ്മ് വേണം. ഈ ഗമ്മ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ പുൽക്കൂട്ടനാക്കിയിട്ട് കഴിഞ്ഞു. ഇത് ഞാൻ ഇപ്പോൾ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. നമ്മൾക്ക് ഈ സമയമായതുകൊണ്ട് കടകളൊന്നും ഇല്ല. അപ്പം ഞാൻ അങ്ങനെ ലൂസ് ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ ചോറും പറ്റൊക്കെ വെച്ചിട്ടാണ് ഞാൻ അത് ഒട്ടിച്ചെടുത്തേക്കണം കേട്ടോ. ഭയങ്കര ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാനായിട്ട്. ഞാൻ ശരിക്കും എൻ്റെ ചെറുപ്പകാലത്തേക്ക് നമ്മൾ ചോറും പറ്റൊക്കെ ഒട്ടിക്കില്ലേ, അതേപോലത്തെ ഒരു ഫീലിംഗ് കിട്ടി. ഇതേപോലെ ഓരോ പേപ്പറും ഇതേപോലെ ഒട്ടിച്ച് വെക്കണം കേട്ടോ. നമ്മളിത് വൈറ്റ് ഒട്ടിക്കാൻ തുടങ്ങിയിട്ടാ. അതിനുശേഷം വൈറ്റ് ഒട്ടിച്ചു. ഇനി ഗ്രീനാണ് ഒട്ടിക്കേണ്ടത് കേട്ടോ. ഇത് ഇപ്പുറത്ത് എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യണം കേട്ടോ. അപ്പുറത്തെ ചെറുകുമ്പോൾ ചെയ്യണം. ഇതിൻ്റെ ബാക്ക് വശം ചെയ്യണില്ലേ, ഈ ഫ്രണ്ട് വശം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രാവിൻ്റെ വാൽവശം ഉണ്ടല്ലോ, വാൽവശത്ത് നമ്മുടെ ദേശീയ പതാക എങ്ങനെയാണോ ഇരിക്കണത് അതേപോലെ ഒട്ടിക്കണം കേട്ടോ. അതായത് ഓറഞ്ച്, പിന്നെ നടുക്ക് വൈറ്റ്, പിന്നെ ഗ്രീൻ, അങ്ങനെ ചെയ്യണം കേട്ടോ. ഒട്ടിച്ചെടുക്കണം. വാലിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ചിലപ്പോഴെങ്കിലും ഇത് നേരെയാണല്ലോ ഇരിക്കുന്നത്, തൂക്കിയിടാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ദേശീയ പതാക എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ ഇരിക്കണം കളറുകൾ. അങ്ങനെ നമ്മുടെ 2 ചിറകുകളും ശരിയായിട്ടുണ്ട്. ഇനി വാലുവശമാണ് നമുക്ക് ഒട്ടിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേശീയ പതാകയുടെ രീതിയിലാണ് ഈ വാലിൻ്റെ സൈഡ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ വാലിൻ്റെ സൈഡ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒട്ടിക്കണം. ഇത് കണ്ട, ഇതേപോലെ ദേശീയ പതാകയുടെ രീതിയിൽ നമ്മൾ ഒട്ടിക്കണം. പിന്നെ ഈ സെൻറ്ററിൽ വിട്ട് കളഞ്ഞിട്ടില്ലേ, അവിടെ നമുക്ക് വൈറ്റ് പെയിൻ്റാണ് അടിക്കേണ്ടത്. പിന്നെ ഈ പച്ചയും എങ്ങനെയെങ്കിലും കളയാൻ നോക്കണം. ചിലപ്പോൾ പൂള അല്ലെങ്കിൽ നമുക്ക് പഞ്ഞി വെച്ചിട്ട് അടച്ച് കളയേണ്ടി വരും. അതൊന്നും നമ്മൾ ചിലപ്പോൾ ചെയ്യില്ല കേട്ടോ, നമ്മൾ വീഡിയോയിൽ കാണിക്കില്ല. അപ്പം നമുക്ക് വൈറ്റ് പെയിൻ്റ് ഒന്ന് അടിച്ചു നോക്കാം. ഇതങ്ങനെ വൈറ്റ് പെയിൻ്റ് എടുത്തു. നമ്മൾ വലിയ ബ്രഷ് കണ്ട മൊത്തം അടിക്കണത്. ഈ ബ്ലാക്കൊക്കെ കവറാവാനായിട്ട് 2 പ്രാവശ്യമൊക്കെ അടിക്കേണ്ടി വരും. നമുക്ക് അധികം സമയമില്ല. അപ്പം അത് കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പച്ചമയ്ക്ക് കയറിക്കണതൊക്കെ നമ്മൾ പഞ്ഞി വെച്ച് അടച്ച് കളയും കേട്ടോ.
നമ്മുടെ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സെൻട്രലായിട്ട് നമ്മുടെ അശോക ചക്രം വരയ്ക്കണം. അതിനുശേഷം ഇതിൻ്റെ പിടി വെച്ചിട്ട് ആ പ്രാവിൻ്റെ ചുണ്ടുമ്മ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ഇനി ചെയ്യേണ്ടത് കാര്യം കേട്ടോ. കൊടി സെറ്റ് ചെയ്തു. ഇനി ഞാൻ ഫുള്ള് കാണിച്ചു തരട്ടെ. ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ശരിക്കും വരാം. ഇപ്പം നടുക്കിൽ ഞാൻ പഞ്ഞി വെച്ചിട്ടുണ്ട്. അത് പച്ച ഇങ്ങോട്ട് കിടന്നിക്കണാറുണ്ട്, പെയിൻ്റ് അടിച്ചിട്ട് പോകണില്ല. അപ്പോൾ അത് കാരണം തന്നെ സെൻറ്ററിൽ പഞ്ഞി വെച്ചിട്ടുണ്ട്. പിന്നെ തലേമൊന്നും ഞാൻ പഞ്ഞി വെച്ചിട്ടില്ല കേട്ടോ, വെറുതെ പെയിൻ്റ് അടിച്ചിട്ടുള്ളൂ, വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുള്ളൂ. അതങ്ങനെ തന്നെയാണ്. അതുപോലെ ഫ്ലാഗ് നമ്മൾ ചുണ്ടുമ്പോൾ സ്റ്റാപ്ലെയറാണ് അടിച്ചു വെച്ചേക്കണം കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വാല് ചെറുതായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ബാക്കിൽ സപ്പോർട്ടിന് ഒരു ചെറിയൊരു കഷ്ണം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ പഞ്ഞിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, ഫിൽറ്റർ ചെയ്യുന്ന പഞ്ഞിയാണ്. നമ്മുടെ അക്വേറിയത്തിൽ ഫിൽറ്റർ ചെയ്യാൻ വെച്ചിരിക്കണ പഞ്ഞി എടുത്തിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് ഹാങ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് അങ്ങനെ നമ്മൾ ടാങ്കിസ് നൂലാണ് നമ്മൾ കെട്ടി വെച്ചേക്കണം ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ആരും കാണില്ല. അപ്പോൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണേ. ഇതിനി നാളെ ഡാഡുവിന് കൊടുത്തു വരണം. ആഗസ്റ്റ് 15 സ്കൂളിലേക്ക് കൊടുത്തു വരുന്ന ഒരു ആർട്ട് വർക്കാണ് നമ്മുടേത്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ആർട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിന് നല്ലൊരു വീഡിയോ ഞങ്ങൾ വരായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്. ബൈ.